ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പിൻ്റെ പർച്ചേസും അതേപോലെ ക്ലീനിങ്ങുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതെല്ലാം കഴിഞ്ഞ് കാത്തിരിക്കായിരിക്കും നോമ്പിനെ. അപ്പോൾ നോമ്പിനെ നിങ്ങളെല്ലാവരും വരവേൽക്കുന്നത് പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംസാൻ മുബാറക്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പർച്ചേസ് വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ സ്മാർട്ട് ബസാറിലാണ് ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത്. പൊതുവെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അരിയും അതേപോലെ തന്നെ അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വന്നാലും നമുക്കെല്ലാം നോക്കിയെടുക്കാൻ പറ്റും. അരിയും സാധനത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് കണ്ടെയ്നർ ഉണ്ടല്ലോ, അതെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. പൊതുവെ എല്ലാവരും നോമ്പിൻ്റെ സമയത്താണ് പഴയതെല്ലാം കളഞ്ഞ് പുതിയത് വാങ്ങൽ. ഞാനും അതേ കൂട്ടത്തിൽ തന്നെയാണ്. അങ്ങനെ കുറച്ച് കണ്ടെയ്നറും അതേപോലെ തന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിയത്. ഇവിടുത്തെ ഓഫറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഓഫറുള്ള സാധനങ്ങളൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല, എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഓഫർ കാണിച്ചു തരുന്നത്. 70%ഉം 50%ഉമായിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ വാങ്ങാൻ കിട്ടും. ഞാൻ അങ്ങനെ കണ്ടതും കേട്ടതൊന്നും കൂടുതൽ വാങ്ങാൻ നിന്നിട്ടൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ രീതിയിലുള്ള കണ്ടെയ്നറെല്ലാം അതെനിക്ക് ആവശ്യമുണ്ട്. അരിയും അരിപ്പൊടിയും അതേപോലെ റവ അങ്ങനെയുള്ളതിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറാണിത്. കുറേ ഉണ്ടായിരുന്നു, എല്ലാം പഴയതായി. അതുകൊണ്ട് കുറച്ച് പുതിയത് വാങ്ങി, ബാക്കിയുള്ളതെല്ലാം പഴയ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ പർച്ചേസ് എല്ലാം നിർത്തി ഞാൻ നേരെ ടൗണിലേക്ക് വിട്ടു. അവിടെയാണ് നമുക്ക് ആവശ്യമുള്ള നോമ്പിൻ്റെ ഐറ്റംസ് കിട്ടുന്നത്. ജ്യൂസ് അതേപോലെ തന്നെ കാരക്ക, ഇസബ്ഗോല് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ മാർക്കറ്റ് റോഡിലുള്ള ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് പൊതുവെ ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങൽ. എന്നിട്ട് അവിടെയും പോയിട്ട് അവിടെ നിന്ന് വേണ്ടതെല്ലാം വാങ്ങി. അപ്പോൾ വാങ്ങിയ സാധനമെല്ലാം ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ തന്നെ കുറേ ലേറ്റായിരുന്നു. അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 5 മണിക്കാണ് പോയത്. അതിന് ശേഷമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു. ഇവിടെ നമുക്ക് എല്ലാ സാധനവും വാങ്ങാൻ കിട്ടും. പൊതുവേ ഞാൻ ഇവിടെ നിന്നാണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യൽ. സാധനം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് 9 മണിയായി. പിന്നെ അവിടെ നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങി. നമുക്ക് ഏകദേശം 3/4 മണിക്കൂർ വേണം എൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം വാങ്ങിയാൽ മാത്രം പോരാ, എല്ലാം നമുക്ക് അതിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയും വേണം. അപ്പോൾ ഈ ജോലിയിൽ എൻ്റെ കൂട്ടുകാർക്ക് എപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. എനിക്ക് കുറച്ച് ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ ഞാനും 10-15 ദിവസം മുമ്പേ തന്നെ എല്ലാം ഒരുക്കി വെക്കാറുണ്ടായിരുന്നു. പറമ്പിൽ പണിയെടുക്കുന്ന ആളുള്ളത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ പുറത്തേക്ക് എല്ലാ സമയവും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. ഇനി വീട്ടിൽ വന്നു ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഹോർലിക്സും ബൂസ്റ്റും അതേപോലെ തന്നെ കോഫി പൗഡർ ഉണ്ടല്ലോ, അതും നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഇനി ഓട്സ് വാങ്ങിയിട്ടുണ്ട്. ഇനി അത്താഴത്തിന് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ കുറച്ച് ഇടിയപ്പം ഉണ്ടല്ലോ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന, അത് 1 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി. പിന്നെ കോൺഫ്ലേക്സ് വാങ്ങി, സൂപ്പ് വാങ്ങി, അതേപോലെ തന്നെ പാസ്ത വാങ്ങി. പിന്നെ സോയ ചങ്ക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അത് വാങ്ങി. കുറച്ച് നിലക്കടല, അരി, പിന്നെ നാരങ്ങ സർബത്ത്, അതിൻ്റെ എസൻസാണ്, അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ പിസ്ത, അതേപോലെ കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ ഇതുണ്ടല്ലോ അതും പിന്നെ ഒരു ടൈപ്പ് ഓട്സ് തന്നെയാണ്. ഐസ്ക്രീം പൗഡർ, അതേപോലെ തന്നെ ഫലൂദ മിക്സ്, പിന്നെ എന്തെല്ലാം നമുക്ക് വേണമെന്ന് അറിയില്ല. അങ്ങനെ കുറേ ഐറ്റംസ് വേണ്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കുറച്ച് വാങ്ങി, കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ റാഗി, മുത്താറി, നെയ്ച്ചോറിൻ്റെ അരി, അതാണ് എനിക്ക് കൂടുതൽ ചിലവുണ്ടാകുന്നത്. പിന്നെ സോജിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ വേണം. പിന്നെ കണ്ടെയ്നർ വാങ്ങി. കുറേ ഐറ്റംസ് ഉണ്ട്, പറയാൻ വിചാരിച്ചാൽ കുറേ ടൈം എടുക്കും. ഇതൊക്കെ പുതിയത് വാങ്ങിയതാണ്. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം കൂടിയുള്ള മിക്സ്ഡ് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഡേറ്റ്സ് ഉണ്ട്, ബാർബിക്യൂ മസാല ഉണ്ട്, സാമ്പാർ പൊടി, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങി. അതേപോലെ നോമ്പിന് കുറേ ചിലവാകുന്നതാണ് ഈത്തപ്പഴം. ഞാൻ നാടൻ ഈത്തപ്പഴമാണ് വാങ്ങിയിട്ടുള്ളത്. അതാകുമ്പോൾ കഴിക്കാൻ സുഖമാണ്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പമെല്ലാം ഉണ്ടാക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് അത് കുറച്ച് അധികം വാങ്ങി. കുറച്ച് പപ്പടം വാങ്ങി. പിന്നെന്താ വേണ്ടത്, പിന്നെ എസൻസ്, അത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ ചിക്കു ഷേക്ക് ഉണ്ടല്ലോ, അത് അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സിറപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കസ്കസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വാങ്ങി. പിന്നെ ഹോർലിക്സും ബൂസ്റ്റും, അത് നമ്മളെ കുഞ്ഞോക്ക് നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിനും വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങി. പിന്നെയാണ് ക്ലീനിങ്. ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ മാറാലെല്ലാം എടുത്തിട്ട് സിറ്റ് ഔട്ടും അതേപോലെ തന്നെ ഹോളെല്ലാം കഴുകാൻ നിന്നു. അപ്പോൾ മാറാലെടുക്കാൻ കുറേ ടൈം എടുക്കും. അത് നമ്മൾ
എത്ര എടുത്താലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കെട്ടും. പിന്നെ സിറ്റൗട്ടിൻ്റെ ചുമരുണ്ടല്ലോ, അതെല്ലാം നല്ല പോലെ തുടച്ചെടുത്തു. സിറ്റൗട്ട് പൊതുവേ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്, നല്ല പോലെ പൊടി അടിക്കുന്നതുകൊണ്ട് തന്നെ. എന്നാലും നോമ്പിൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മുടെ വീട് കുറച്ചും കൂടി വൃത്തിയാവുന്നത്. ഗ്ലാസും ജനലും എല്ലാം നന്നായിട്ട് തുടച്ചെടുത്തു. നോമ്പിൻ്റെ ഒരുക്കത്തിൻ്റെ ദിവസം ഉണ്ടല്ലോ, ഫുഡ് ഉണ്ടാക്കൽ വളരെ കുറവാണ്. ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ ഈ ജോലിയൊന്നും തീരെയില്ല. അങ്ങനെ ഡോറടക്കം ഞാൻ തുടച്ചു, നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചു. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് വൃത്തിയാക്കുന്നത്. ബാക്കിയുള്ള സമയം ജസ്റ്റ് ഒന്ന് തുടച്ച് അങ്ങനെ പോകും. പിന്നെ സിറ്റ് ഔട്ട് നന്നായിട്ടുള്ളൊരു കഴുകലുണ്ട്, അത് ഞാൻ പൊതുവേ ആഴ്ചയിൽ 2 പ്രാവശ്യം തുടച്ചെടുക്കുമെന്ന് പറഞ്ഞല്ലോ, അത് നന്നായിട്ട് തുടച്ചെടുക്കും. ഈ മാർബിളിനൊരു പ്രശ്നമുണ്ട്, അഴുക്കൊക്കെ ഇങ്ങനെ പിടിച്ച് പോയാൽ പിന്നെ അത് തുടച്ചെടുക്കാൻ നല്ല മെനക്കെടാണ്. ടൈൽസ് ആകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ക്ലീനാവും. ഇത് ക്ലീനാവാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് അരച്ച് കഴുകി തേച്ചെടുത്തു ഗൈസ്. അപ്പോൾ നിങ്ങളുടെ വീടെല്ലാം ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടാവുമെന്നെല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഇതൊക്കെ വൃത്തിയാക്കിയതെന്നും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ക്ലീൻ ചെയ്യുന്നതൊക്കെ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. സിറ്റൗട്ടെല്ലാം കഴുകിയിട്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തറിയോ, പിന്നെ ബെഡ്റൂമെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ പൊടിയെല്ലാം ഇങ്ങനെ തട്ടിക്കൊട്ടി തുടക്കാൻ നോക്കി. ആ സമയം തന്നെ എനിക്ക് ശ്വാസമുട്ടിൻ്റെ ഒരു പ്രശ്നം വന്നു. എനിക്ക് ഡസ്റ്റ് അലർജിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഈ അലർജി ഉള്ള ആൾക്ക് ഇങ്ങനെ മാറാല കൊട്ടാനും അതേപോലെ ജനലും ഗ്ലാസ്സെല്ലാം കഴുകുമ്പോൾ നല്ലോണം പൊടി പാറുമല്ലോ. അങ്ങനെ പാറിയാൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ ഹോമിയോൻ്റെ മരുന്നെടുക്കുന്നത് കുറേ ആയി, എന്നാലും ഞാൻ ഇതിൽ നിന്നെല്ലാം ഇടയ്ക്ക് വിട്ടു നിൽക്കലാന്ന് പതിവ്. പക്ഷെ നല്ല പോലെ പണി കിട്ടി. ഒരു അരമണിക്കൂർ പൊടി കൊട്ടിയതേ ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ശ്വാസമുട്ടൊക്കെ ആളി, പിന്നെ പോയിട്ട് റെസ്റ്റ് എടുത്തു. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. കിച്ചൺ വൃത്തിയാക്കിയതൊന്നും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആകെ ഉള്ളത് ഹോളും അതേപോലെ സിറ്റൗട്ടും ക്ലീൻ ആക്കുന്നതാണ്. അപ്പോൾ സൺഡേ ആയിരുന്നു ഞാൻ ക്ലീൻ ചെയ്തത്. ആ സമയത്ത് മോളുണ്ടായിരുന്നു, വീഡിയോയിൽ എടുത്തു. അന്ന് പിന്നെ പകുതി നിന്ന് ബ്രേക്കായി, പിന്നെ കിടന്നു. പിറ്റേ ദിവസമാണ് ബാക്കിയുള്ളതെല്ലാം ജോലി ചെയ്തത്. ആ സമയത്ത് വീഡിയോ എടുക്കാൻ മോളുണ്ടായിരുന്നില്ല, അവൾ സ്കൂളിൽ പോയിരുന്നു. പിന്നെ ആ ഒരു വീഡിയോ ഒന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആകെ കുറച്ച് വീഡിയോസേ ഉള്ളൂ. അപ്പോൾ ഇത്ര തന്നെയാണ്, കുറേയൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നമുക്ക് വേറെ കുറേ ഒരുക്കങ്ങളുണ്ടല്ലോ. വീട് വൃത്തിയാക്കൽ മാത്രമല്ല, ഇതാ മുറ്റമെല്ലാം നല്ല പോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് മുറ്റം ക്ലീൻ ആക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതും നടന്നുകൊണ്ടുണ്ട്. എല്ലാം നോമ്പിൻ്റെ ഒരുക്കത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്നിച്ച് തന്നെ എടുത്തു. അപ്പോൾ മുറ്റത്തിൻ്റെ പണിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ, സിറ്റൗട്ടിലും പെട്ടെന്ന് അഴുക്കാവും. എത്ര തുടച്ചാലും 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നല്ല പോലെ അഴുക്കാവും. നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും മറ്റും സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ കാലിൽ ചളിയെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ മെനക്കെട്ട് നിൽക്കണം, തുടച്ചുകൊണ്ടിരിക്കണം. അല്ലാണ്ട് അവരോട് അങ്ങോട്ട് കയറണ്ട ഇങ്ങോട്ട് കയറണ്ട ഒന്നും പറയാൻ കഴിയില്ല. അത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാനെന്താക്കും, ഈ പണിയുള്ള സമയത്തെല്ലാം അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സിറ്റൗട്ടിൽ നല്ല പോലെ ക്ലീനായി. ഉച്ച വരെ സിറ്റൗട്ട് തന്നെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഹോളിലേക്ക് ഇറങ്ങിയത്. ഇതാ ഇപ്പം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വൈപ്പറിൽ നന്നായിട്ട് തന്നെ വെള്ളം വലിച്ച് പുറത്തേക്ക് മാറ്റി. അതിന് ശേഷം നന്നായിട്ട് മോപ്പെടുത്ത് തുടക്കുകയും വേണം. ഈ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ എന്താവുമല്ലോ, പണിക്കാർ ചവിട്ടിയാൽ പിന്നെയും വീണ്ടും അവിടെ ഇങ്ങനെ അഴുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം തുടച്ചെടുക്കണം. പിന്നെ പണിക്കാരെല്ലാം പോയി കഴിഞ്ഞാണ്ടല്ലോ രാത്രി വീണ്ടും കഴുകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തു എന്നല്ലാണ്ട് രാത്രിയാകുമ്പോൾ എനിക്ക് വീണ്ടും ക്ലീൻ ആക്കാനുണ്ട്. ഇതാ എന്നിട്ട് മോപ്പ് എടുത്തിട്ട് നല്ല പോലെ തുടച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തു. അപ്പോൾ കണ്ടല്ലോ ഗൈസ്, ഇതാണ് എൻ്റെ ക്ലീനിങ്. അപ്പോൾ നിങ്ങളുടെ ക്ലീനിങ് എല്ലാം ഇതിനേക്കാളും ഡീപ്പായിട്ട് നടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും ഈ മുസ്ലിം സമൂഹങ്ങൾ നോമ്പിനെ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നോമ്പ് നോക്കാനുള്ള കഴിവും എല്ലാം നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതേപോലെ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണം ഗൈസ്. ഉച്ചവരെ നല്ലോണം മെനക്കെട്ട് ഞാൻ സീറ്റോട്ടിലും വൃത്തിയാക്കി ഗൈസ്. ഇതാ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഹോളിലേക്ക് കയറി. അപ്പോൾ ഇന്ന് ഫുഡെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നതായിരുന്നു ഗൈസ്. അകത്ത് ഉണ്ടാക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോളും നന്നായിട്ട് ഷാമ്പൂ ഇട്ട് തേച്ച് ഉരച്ച് കഴുകിയെടുത്തു. ഹോളിൻ്റെ ജോലിയും കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് കയറുമ്പോഴാണ് എനിക്ക് ശ്വാസമുട്ടും അലർജിയും വന്നത്. അപ്പോൾ പിന്നെ അന്നത്തെ വീഡിയോ എടുപ്പെല്ലാം നിർത്തി ഗൈസ്. പിന്നെ പിറ്റേ ദിവസമുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. കുറച്ച് കോഴിയെല്ലാം കൊണ്ടുവന്ന് നല്ല പോലെ ഇതിലേക്ക് ഉപ്പും തൈരും വിനേഗറും മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച്
ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഈ ഒരു ജോലിയൊന്നും എടുക്കണ്ട. തൈരെല്ലാം മിക്സിയിൽ അടിച്ചെടുത്തു ഗൈസ്. കുറച്ച് ഐസിൻ്റെ കട്ടയുണ്ടായിരുന്നു, അതായത് ഞാൻ ഫ്രീസറിലായിരുന്നു തൈര് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിക്സിയിൽ അടിച്ചെടുത്തു. മുളക് പൊടിയും മസാലപ്പൊടിയും ഗരം മസാലയും എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചു. ഇത് ജസ്റ്റ് ഒരു മിക്സിങ്, കൂടുതലൊന്നും ഒരു ഡീപ്പ് മിക്സിങ് അല്ല. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ചിക്കൻ കുറേ ദിവസം കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആവശ്യത്തിനുള്ളത് എടുക്കുമല്ലോ, ആ സമയത്ത് കുറച്ചും കൂടി മസാല തേച്ച് നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാം. ഇപ്പോൾ എല്ലാ മസാലയും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് കോൺഫ്ലോറോ മൈദയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 3 കണ്ടെയ്നറിലാണ് മാറ്റി വെക്കുന്നത്. ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നൊന്ന് ബിരിയാണിക്കും അതേപോലെ കറിക്കെടുക്കാൻ വേണ്ടിയിട്ട്, പിന്നൊന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെവ്വേറെ 3 കണ്ടെയ്നറിലാക്കി വെച്ചാലുണ്ടല്ലോ ഗൈസ്, നമുക്ക് എളുപ്പത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ മെനക്കെടില്ലാണ്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം പറഞ്ഞു ഗൈസ്, ഈസിയും മെനക്കേടും എളുപ്പം എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇതെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതെല്ലാം വേറെ വേറെ പാത്രത്തിലാക്കി വെക്കണം. ഇത് തൈര് നമ്മൾ അടിച്ച് ചേർത്തുകൊണ്ട് നല്ല ലൂസായിട്ടുണ്ട്. ലൂസായതൊന്നും പ്രശ്നമില്ല. ഇതേ മസാലയോട് കൂടി നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ കുറച്ച് എല്ലാതെ ചിക്കൻ ഉണ്ടല്ലോ, അതായത് ബ്രസ്റ്റ് പീസ് അല്ലെങ്കിൽ ചെസ്റ്റ് പീസ്, അതെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്നാക്സിന് വേണ്ടിയുള്ളത്. ബാക്കിയുള്ളത് ചിക്കൻ ഫ്രൈക്കും കറിക്കും ഒക്കെ നമുക്കെടുക്കാം. ഇനി എല്ലാം ഞാൻ കണ്ടെയ്നറിലാക്കിയതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കും. പിന്നെ ബിരിയാണീൻ്റെ മസാല ഉണ്ടല്ലോ, നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് അതും ചൂടാറി കഴിഞ്ഞാൽ ഫ്രീസറിൽ സൂക്ഷിക്കും. ഇനി ഫ്രീസറിൽ തന്നെ അല്ല, ഇത് 1 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മോശമാവില്ല. പിന്നെ നോമ്പ് തീരുന്നത് വരെയുള്ള കണ്ടൻസ്ഡ് മിൽക്കും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതും നമുക്കിനി പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ച് വെക്കണം. അങ്ങനെയാകുമ്പോൾ ബാക്കിയുള്ള പണിയെല്ലാം എളുപ്പത്തിൽ നടക്കും. അങ്ങനെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനെന്ത് ചെയ്യും അറിയോ, നന്നായിട്ടൊന്ന് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കും. പിന്നെ ഇനി നമുക്ക് ചിക്കൻ കട്ട്ലറ്റോ അതേപോലെ സമോസയോ ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള മസാലയും കൂടി നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റുമ്പോൾ നല്ല പോലെ ചൂടാറണം. പിന്നെ പത്തിരിയും പുട്ട് നെയ്പ്പത്തിൽ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അരി പൊടിച്ച് വെച്ചാൽ ഇത് 2 രീതിയിൽ പൊടിച്ച് വെക്കും, പകുതി പുട്ടിൻ്റെ പൊടിയിലും പകുതി നൈസായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നോമ്പിൻ്റെ ഒരുക്കത്തെ പറ്റിയും ക്ലീനിങ്ങിനെ പറ്റിയും ഒക്കെ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട ഉടനെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഗൈസ്, നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പണിയെല്ലാം നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നോമ്പിൻ്റെ കുഞ്ഞ് റെസിപ്പീസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.